ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് പുതിയൊരു വിജ്ഞാപനം കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ വളരെ പെട്ടെന്ന് തുടങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഇതിന് അപേക്ഷ തുടങ്ങുന്ന ഓൺ ദി സ്പോട്ടിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടധികം സമയമൊന്നും ലഭിക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു അപേക്ഷ ആസ് അസിസ്റ്റന്റ് കമാൻഡന്റ് ജനറൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഫോർ 2025 ബാച്ചിലേക്കാണ് പുതിയ അപേക്ഷകൾ സ്വീകരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങാൻ പോകുന്നത്, അതായത് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 15 ഫെബ്രുവരി 2024 മുതൽ 28 ഫെബ്രുവരി 2024 വരെ ആയിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം സമയം മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് ലഭിക്കുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഗ്രൂപ്പ് എ ഗസറ്റഡ് പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് ശമ്പളവും അതുപോലെ തന്നെ അതിന് അപ്പുറം നിങ്ങൾക്ക് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു തസ്തികയാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അപേക്ഷ 15 ഫെബ്രുവരി മുതലേ തുടങ്ങത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഏകദേശം 28 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. ജനറൽ ഡ്യൂട്ടി GD വന്നിട്ടുണ്ട്. 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഏജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1 ജൂലൈ 1999 30 ജൂൺ 2003 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ യോഗ്യത 60% മാർക്കോട് കൂടി ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ +2 മാത്സ് ഫിസിക്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡിഗ്രിയിൽ മാത്സും ഫിസിക്സും ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ 55% മാർക്ക് ആ ഒരു സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെത്തേഡിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ ഗ്രാജുവേഷന് ശേഷം നിങ്ങൾ ഡിപ്ലോമ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ എലിജിബിൾ ആണെന്ന് പറയുന്നുണ്ട്. അവിടെയും 55% മാർക്ക് ഫിസിക്സ് മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിന് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലാണ്, മെക്കാനിക്കൽ തസ്തിക 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെ അപേക്ഷിക്കാം. സെയിം തന്നെയാണ് പ്രായപരിധി പറയുന്നത്. ഏകദേശം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഏതിലാണെന്ന് നോക്കുകയാണെങ്കിൽ നാവൽ ആർക്കിടെക്ചർ, അല്ലെങ്കിൽ മെക്കാനിക്കൽ, അല്ലെങ്കിൽ മറിയൻ, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ, അല്ലെങ്കിൽ മെഗട്രോണിക്സ്, അതും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓർ മെട്രോളജി, അല്ലെങ്കിൽ ഡിസൈനിങ്, അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ, അല്ലെങ്കിൽ എയറോസ്പേസ് 60% മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയിൽ ഈ ഒരു സ്ട്രീമിൽ 60% മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റ് യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ +2 മാത്സ് ഫിസിക്സ് 55% മാർക്കോട് കൂടി വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ഗ്രാജുവേഷന് ശേഷം ഡിപ്ലോമ ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ അതേ സെയിം മെത്തേഡിൽ 55% ഫിസിക്സ് മാത്സിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ടെക്നിക്കലാണ്. ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് തസ്തികയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനൊക്കെ പുരുഷന്മാർക്കാണ് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കാം. വനിതകൾക്ക് നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറയുന്നത്. അപ്പോൾ അത് ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, അതുമല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുമല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് വിത്ത് 60% മാർക്കോട് കൂടി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷൻ +2 മാത്സ് ഫിസിക്സ് ഉണ്ടായിരിക്കണം, അതും കൂടി പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേക്കൻസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിന് മുമ്പ് ഏജ് റിലാക്സേഷൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. 5 വർഷം SC/STക്കും 3 വർഷം OBCക്കും ലഭിക്കും. വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫൈനൽ ഇയറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫൈനൽ ഇയർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഇയർ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ, അതായത് ലാസ്റ്റ് ഇയറിൽ നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് സെക്കൻഡ് ഇയർ മാർക്ക് ഷീറ്റ് വിത്ത് ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഓൺ യുവർ ബിഫോർ ദി ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. യുവർ കോഴ്സ് ഈസ് ഫോർ 3 ഇയർ. നിങ്ങൾക്ക് 3rd ഇയർ വെച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 3rd ഇയർ മാർക്ക് ഷീറ്റ് വിത്ത് ദി ഇഷ്യൂ ഓഫ് 3 വർഷത്തെ കോഴ്സ് ആകുമ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ കൊടുത്താൽ മതി. 3rd ഇയർ മാർക്ക് ഷീറ്റ് വിത്ത് ഡേറ്റ് ഇഷ്യൂ, അതിൽ കൃത്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ട് ഡേറ്റ് ഇഷ്യൂ ചെയ്തിട്ട് 4 ഇയറിൻ്റെ, അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് 4 ഇയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 3ാമത്തെ ഇയറിൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളും ഹാജരാക്കിയാൽ മതി. 3 ഇയർ ആണെങ്കിൽ 2ാമത്തെ ഇയറിൻ്റെ ഹാജരാക്കിയാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫൈനൽ ഇയേഴ്സിന് അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. ആദ്യ ഘട്ടത്തിൽ ഒരു
കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് നടക്കുന്നത്. 2 മണിക്കൂറിൻ്റെത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നോർമലൈസേഷൻ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപേക്ഷ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിന് 300 രൂപ ഒരു അപേക്ഷാ ഫീസ് ഉണ്ട്, അതിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് 15 ഫെബ്രുവരി മുതലാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം അപ്ലൈ ചെയ്യാം. അപേക്ഷ തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് ഇനിയും അഡീഷണൽ വിവരങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് അപേക്ഷാ ഫീസിൻ്റെ കാര്യം കാണാൻ സാധിക്കും. 300 രൂപയാണ് അപേക്ഷാ ഫീസ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതെല്ലാവരും അടക്കണം. എല്ലാവരും 300 രൂപ അടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ SC/ST ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസ് അടക്കേണ്ട കാര്യമില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള എല്ലാവരും 300 രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ, അതായത് അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാം. ആ ഒരു ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.